ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഈ കാണണ ചെടി എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ട, ഇതിൻ്റെ പൂവ് നോക്ക്, ചോന്നിരിക്കുന്നു. പൂ വിരിയുമ്പോൾ മഞ്ഞ കളറിലാണ്. ഇതെന്താ സംഭവം എന്നറിയോ? മനസ്സിലായ എൻ്റെ ഫ്രണ്ട്സിന്? ഇത് നമ്മുടെ പരിപ്പ്, തുവരപ്പരിപ്പാണ് സംഭവം. ഇന്നേ വരെ കാണാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കണ്ടോളേട്ടാ. ഇവിടെ മുഴുവൻ മെയിനായിട്ട് ഇപ്പോൾ ഈ തുവരപ്പരിപ്പിൻ്റെ ഇതാണ് കാണുന്നത്. കണ്ടില്ലേ, നിറച്ച് തൈകളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ മഞ്ഞൾ, അതുപോലെ തന്നെ കോട്ടൺ പ്ലാന്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ട് നിറച്ച് എന്ന് പറഞ്ഞാൽ നിറച്ച്. ഇനി ഇവിടെ തണവാകുമ്പോഴില്ലേ പരിപ്പ്, നമ്മുടെ പച്ചപ്പരിപ്പ് ഇങ്ങനെ കിട്ടും. കൂട്ടാനൊക്കെ വെക്കാൻ അതുപോലെ പച്ചക്കടല കിട്ടും. കുറേ ഇലവർഗ്ഗങ്ങളുടെയൊക്കെ സീസണാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചെടിമേലൊക്കെയാണ് നിൽക്കുന്നത്. ഇത് സാരംഗ്പൂരാണ്. അപ്പോൾ ഞങ്ങൾ ഈ കയറിയ ഫാമിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇത് നമ്മുടെ ജീരകത്തിൻ്റെ തൈയാണ് കേട്ടോ, പെരുംജീരകം. ഇത് പിടിച്ച് വരുന്നുള്ളൂ. ഇനി വലുതായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പെരുംജീരകം ഉണ്ടാവും. ഇവിടെ വരിയാളി എന്നാണ് പറയാം. ഇത് കോട്ടൺ, വീണ്ടും വപ്പ, അതുപോലെ തന്നെ പരിപ്പ് പയറെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നിറച്ച്. നമുക്കിങ്ങനെ രാകേഷേട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാവാ. കണ്ട ഒരു രസം. രാകേഷേട്ടനോട് ഞാൻ പറഞ്ഞ മുന്നിൽ വായോ, കാരണം നമുക്കറിയാത്ത നാട്, ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൃഷിക്കാരുണ്ടോ എന്താണെന്ന് അറിയില്ല. കുറേ സ്ഥലമുണ്ട് കേട്ടോ. ആദ്യം കണ്ട പോലെയൊന്നല്ല. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുള്ളൂന്ന്. ആ സൈഡിൽ നിറച്ച് നിൽക്കണത് കരിമ്പാണ് കേട്ടോ. ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന്, എൻ്റെ രാകേഷേട്ടൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കൂടെ ചെന്നാലും കമ്പനിയാവും. കുറച്ച് നേരം നിന്ന് ആ മാസിമാരോട് വർത്താനം പറഞ്ഞ് അവരെ സോപ്പിട്ടു. പുള്ളിയിലൊക്കെ കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ ചില സ്ഥലത്തൊക്കെ ഇവർ വിത്ത് വാവിയിട്ട് നമുക്ക് നടക്കാൻ വിഷമാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല വിത്തുകളുമ്പോഴൊക്കെ നമ്മൾ ചവിട്ടി മുള വരുന്നത് അതിൻ്റെ മുള പോകണ്ടല്ലോ എന്നുള്ളതിൽ. പക്ഷെ അവർ മുന്നിൽ പൊക്കാന്ന് പറഞ്ഞു. അത് കാരണം ഇങ്ങനെ വന്ന കേട്ടാ. ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രമുള്ളപ്പോൾ ഒരു ഡുവറ്റൊക്കെ പാടി കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ തോന്നുന്നുണ്ട്.